ഹലോ ഹലോ. ഹലോ പറയൂ മാം. ശ്രീന പ്രതാപനാണോ? അതെ. ഇത് തസ്നിയ. പറഞ്ഞോളൂ മാം. മനസ്സിലായ എന്നെ? ഇല്ല. തസ്നിയ അതാ കാൽക്ക് സുഖമില്ലാത്ത പൈസ വാങ്ങിയിട്ട് പറ്റിച്ച നിങ്ങൾ 4,10,000 ഞാൻ വീഡിയോയിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെവിടെയാ മാഡത്തിന് പൈസ മേടിച്ചിട്ട് പറ്റിച്ചേ? പിന്നെ കമ്പനി ഫ്രീസ് ആയപ്പോ തരാൻ പറ്റാതെ പോയതല്ലേ. കമ്പനി ഫ്രീസ് ആയത് നിങ്ങൾ കുറെ തട്ടിപ്പാക്കിയത് കൊണ്ടല്ലേ ഫ്രീസ് ആയത്. ഞങ്ങളെവിടെ തട്ടിപ്പാക്കിയ കമ്പനി ഫ്രീസ് ആവാൻ? ഒരു പിന്നെ SD വത്സൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് പൈസ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ വന്ന ദേഷ്യത്തിന് അയാൾ പോയി കേസ് കൊടുത്തിട്ടാണ് കമ്പനിക്ക് അക്കൗണ്ടും മറ്റുള്ള ഫ്രീസ് ചെയ്തത്. ഇപ്പൊ അത് നമ്മളത് കോടതിയിൽ കേസ് നടത്തി നമ്മൾ ഊരിയെടുക്കാൻ നോക്കുന്നുണ്ട്. അല്ല, അത് ഊരാന്ന് പറ്റൂലല്ലോ. കുറെ ജനങ്ങളെ പൈസ അല്ലേ നിങ്ങൾക്ക് അടുത്തിട്ടുള്ളത്. അതെങ്ങനെ നിങ്ങൾ ഊരല്ലോ? അല്ല, ഊരാൻ പറ്റുമോ? ആരാ പറഞ്ഞു ഊരാൻ പറ്റില്ല? ജനങ്ങളുടെ പൈസ കടത്തിയിട്ടുള്ള ഇവിടെ അറിയാത്ത കാര്യം സംസാരിക്കരുത് കേട്ടോ. അറിയാത്ത കാര്യം സംസാരിക്കുമല്ലോ. കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ട പൈസ അല്ല നിങ്ങൾ ലീഡർമാർ കള്ളന്മാർ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ നിങ്ങളില്ലേ പൈസ കൊടുക്കും. ലീഡർമാര് കള്ളന്മാര് എവിടെ കൊണ്ടുപോയിരുന്ന മേഡം? ഇപ്പൊ പിന്നെ നിങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിനല്ലോ. വിളിച്ചത് നീ വിളിച്ച കോള് ഈ നിമിഷത്ത് റെക്കോർഡ് ചെയ്ത് നാളെ യൂട്യൂബിൽ വരുന്ന എനിക്കറിയാം. അല്ല, റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾ വാട്സപ്പ് കോളിൽ വിളിക്കുന്നുണ്ട്. കോള് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പൊ എന്റെ വോയിസ് മേഡത്തിന് സ്വരൂപിനെ കൊടുക്കണം. അതിനല്ലേ വിളിച്ചത്? അതാരാ? സ്വരൂപ് മികസ് എല്ലാരും. അയ്യോ, മേഡത്തിന് അങ്ങനെ അറിയാത്തോളം പറയല്ലേ. മേഡത്തിന്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരെല്ലാം ചെയ്യണം. എനിക്ക് പേരൊന്നും അറിയില്ല. വീഡിയോ ചെയ്യുന്ന അവരെ പേരൊന്നും നമുക്ക് അറിയില്ല. ഞാൻ അത്ര വലിയ അറിവുണ്ടാളൊന്നുമില്ല. വോയിസും കാര്യങ്ങളൊക്കെ മേഡം അവർക്ക് കൊടുക്കുന്നുണ്ടോ ഒക്കെ അറിയാം. കഴിഞ്ഞ ദിവസം അല്ല, നിങ്ങളില്ലേ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അയ്യൂബ് ഖാനില്ലേ കൊറേ പിന്നെ നിങ്ങളൊക്കെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിനല്ലേ എനക്കും വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ പൈസ തരാന്നല്ലോ പറഞ്ഞിട്ട് ഒത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ ഒരു കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കാലില്ലാത്ത ആളെ പൈസ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആണ്, ഞങ്ങളുടെ ബന്ധുക്കളുടെ അക്കൗണ്ട് ഫ്രീസ് ആണ്, കമ്പനി അക്കൗണ്ട് ഫ്രീസ് ആണ്, ഞങ്ങളുടെ വണ്ടികൾ ഫ്രീസ് ആണ്, വീട് ഫ്രീസ് ആണ്. ഞങ്ങൾ അടുത്ത് നിൽക്കുന്ന ഏകദേശം 160ഓളം വരുന്ന ഞങ്ങളുടെ കമ്പനിയിലെ ടോപ്പ് പ്രൊമോട്ടർ അക്കൗണ്ട് ഫ്രീസ് ആണ്. ഇത്രയും ഫ്രീസ് ആയിരിക്കുന്ന സാഹചര്യം ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് തരും? അപ്പൊ പിന്നെ നിങ്ങൾ എടുത്ത് തരുന്ന ഒത്തതെന്നിന്? അയ്യൂബ് ഖാൻ സമ്മതിച്ചെന്നിന് ഏപ്രിൽ 25-ന് തരും, മറ്റേന് തരും, ജൂൺ 30-ന് തരും എന്ന് പറഞ്ഞിട്ട് ആളെ വന്നിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല മേഡം. സംസാരിക്കാൻ താല്പര്യമാണല്ലോ. അല്ല, കേസ് ആയിട്ടാലോ, കേസ് ആക്കിയിട്ടാലോ. മനോരമയിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ചാനലിൽ മേഡത്തിന്റെ ഇന്റർവ്യൂ. അത് പോലീസുകാരെ അനേസറിഞ്ഞിട്ടല്ലേ ഇത്? മലയാള മനോരമ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കണേ. അപ്പൊ ഞങ്ങളെ നാട്ടിക്കാന്നോടത്തോളം അത്ര മേഡം ഇങ്ങനെ അല്ല, നാട്ടിക്കാതെ പിന്നെ നമ്മളെ പോലെ മേഡം എന്താണ് ഞങ്ങളുടെ കേസ് കഴിയാണ്ട് ഞങ്ങൾക്ക് മാമിനെ പൈസ ഇപ്പൊ തരാൻ? അപ്പൊ നിങ്ങൾ ഒത്തത് അല്ല, പൈസ പറ്റിച്ചതന്നെ മേഡം. ഇത് ഒരു മിനിറ്റ്, ഇത് പറ്റിച്ചതന്നെ. പറ്റിച്ച് കള്ളന്മാരന്നെ നിങ്ങ കള്ളന്മാരന്നെ. ഇല്ലെങ്കിൽ നമ്മളെ പോലത്തെ പാവങ്ങളെ പൈസ ബുദ്ധിങ്ങോ. അല്ലാതെ ഞങ്ങൾക്ക് കുറെ ആൾക്ക് നിങ്ങളില്ലേ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പോലത്തെ പാവങ്ങളല്ലേ പരിഗണിക്കേണ്ടത്? നമുക്ക് തീരെ കഴിവില്ലാത്ത നമ്മളല്ലേ പരിഗണിക്കേണ്ടെങ്കോ? അല്ല, ഒരു കാര്യം പറയട്ടെ. ഞങ്ങള് ഇവിടെ കുറെ പേർക്ക് പൈസ കൊടുത്ത കമ്പനി ഉള്ള കാലത്ത് ഞങ്ങള് എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും തന്നിട്ടില്ല. അത് വേറെ പൈസ മറിച്ച് കൊടുക്കുന്നല്ലോ. നിങ്ങൾക്കും തന്നിട്ടില്ല. ഞങ്ങൾക്ക് 5 പൈസ തന്നിട്ട് 5 പൈസ 4 ലക്ഷം ഇട്ടതില്ല. നിങ്ങളെ കമ്പനി പൊട്ടിയതിന്റെ പിന്നെ കേസ് വന്നതിന്റെ ശേഷം എന്റെ പൈസ നിങ്ങൾ എടുത്തിട്ടുള്ളത് അതറിയാം നിങ്ങൾക്ക്? ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ഞങ്ങൾ എടുത്തു എന്ന് പറയണ പൈസ ഞങ്ങൾ വന്ന് മാമിന്റെ എടുത്തോ പൈസ? അതല്ല, ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചേ. ഞങ്ങൾ എങ്ങനെ ചെയ്തു തരും മാമിനെ? നിങ്ങൾ അയ്യൂബ് ഖാന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു തന്നത്. നിങ്ങളെ പിന്നെ പൈസ പിന്നെ കിട്ടുമേ പേടിക്കണ്ട എന്നല്ല പറഞ്ഞിട്ട്. എന്ത് ബന്ധം? ഞാൻ മാമിനെ പൈസ എന്ത് ബന്ധം നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഫോൺ എടുക്കണേ മാമിനെ അയ്യൂബ് വിളിച്ചിട്ട് അയ്യൂബിനോട് സംസാരിക്കൂ. അയ്യൂബ് എടുക്കുന്നില്ലല്ലോ, കള്ളനല്ലോ. ഓന് ഫോൺ എടുക്കുവോന് കള്ളന്? നിങ്ങളെ ലീഡർമാരല്ല കള്ളന്മാരല്ലേ? ഞമ്മക്ക് കള്ളന്മാറിന് ഇപ്പല്ല അറിയുന്നത്. ഞമ്മക്ക് എന്താ പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ ഞമ്മക്ക് ഇതാക്കുന്നില്ലേ? ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്റെ കോളും എന്റെ വോയിസും മാഡത്തിന് അവർക്ക് ചോർത്തി കൊടുക്കണം. അതിനുള്ള ഉദ്ദേശമാണെങ്കിൽ സോറി, എനിക്ക് അല്ല, നിങ്ങൾക്ക് പറ്റുന്ന എന്റെ പൈസ താമേടോ. ഞാൻ സംസാരിക്കുന്ന മാമിനോട് സംസാരിക്കാം. പറ. ഞാൻ സംസാരിക്കുന്ന 2 മിനിറ്റ് കേൾക്കും മേഡം. ഈ നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള ഈ നസീറും അവരും ഇവരും ഈ സ്വരൂപവും കർണാടകക്കാരനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടാണ് മേഡം ഈ കിടന്ന് ബഹളം വെക്കുന്നത്. ഞങ്ങളെ കള്ളന്മാർ അല്ല, ഞമ്മക്കില്ല മേഡോ. പറയണേക്ക് ജനങ്ങളെ മുഴുവൻ പിടിച്ചു വേണം ഞാൻ സത്യമാണ്. ഞങ്ങളുടെ ഹൈറിച്ചില് എന്താ പറയാ, എന്റെ മക്കളെ പിടിച്ചാൽ സത്യടാം. ഒരു രൂപ ഞങ്ങൾ എവിടേക്ക് മാറ്റിയിട്ടില്ല. 80 കോടി രൂപ വിദേശത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു അലിഗേഷൻസിലായിരുന്നു അറസ്റ്റ്. ആ 80 കോടി നമ്മുടേതല്ല. അത് ഒരു എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ 23 ലീഡേഴ്സ് വിറ്റ പൈസ ആ എക്സ്ചേഞ്ചുകാരൻ ആളുടെ മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് കൊടുത്ത് കൈമറിഞ്ഞു പോയതാണ് എന്നുള്ള സത്യം ഇപ്പോൾ കുറച്ച് മുന്നേ പുറത്തു വന്നിട്ടുണ്ട്. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ.
അത് ആദ്യം മേഡം മനസ്സിലാക്കണം. അല്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഞാനില്ലേ പറയാം. മേഡം ഒരു മിനിറ്റ് എന്നെ പറയാൻ അന്യ അനുവദിക്കണട്ടാ മേഡം ഒരു മിനിറ്റ് അന്യ അനുവദിക്കണം നിങ്ങൾ പറയാ അല്ല നിങ്ങൾ എനിക്കൊന്ന് സംസാരിക്കാനാണ്. അല്ല എന്നും പറയാൻ സമ്മതിക്കണട്ടാ മറുപടി പറയാൻ സമ്മതിക്കണം. മേഡം ഞാൻ സംസാരിച്ചിട്ട് മേഡം സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ പറ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ₹1 ഞങ്ങൾ എവിടേക്കും മാറ്റിയിട്ടില്ല കമ്പനിയുടെ ഭാഗത്തുനിന്ന്. മൂന്നാമത്തെ കാര്യം ഞാൻ മാഡത്തിനോട് പറഞ്ഞത് കമ്പനി അക്കൗണ്ട് ഫ്രീസ് ആവണ വരെ ഡിസംബർ 7-ാം തീയതി അക്കൗണ്ട് ഫ്രീസ് ആവണ വരെ തലേദിവസം വരെ ഞങ്ങൾ ഫണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് പേ ഔട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് 51 കോടി GST അടച്ച് കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? ഞങ്ങൾക്ക് ഈ കാശ് കൊണ്ട് വല്ലയിടത്തും ജീവിച്ചാൽ മതിയില്ലേ? ഞങ്ങൾ ഇതിന് ഗവൺമെന്റ് 51 കോടി അടച്ച് ഞങ്ങൾ ഇതിന് ഇപ്പോഴും ലക്ഷങ്ങൾ കൊടുത്ത് കേസ് നടത്തണേ. ഞങ്ങളിപ്പോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ലക്ഷങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവരും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഫണ്ടാണ് ലീഡേഴ്സ്. എല്ലാവർക്കും ആഗ്രഹം ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ ഏകദേശം ഞങ്ങളൊരു ഒക്ടോബർ മാസം വരെയൊക്കെ ഞങ്ങളിത് ഫൈറ്റ് ചെയ്യും. കേസായി മുന്നോട്ട് പോകും. ഒക്ടോബർ മാസം ഒക്കെ കഴിഞ്ഞോട് കൂടിയിട്ടും നമുക്ക് ഇതിലൊരു ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തത് നിങ്ങളുടെ എല്ലാവരുടെ ഫണ്ടിനെ ക്ലെയിം ചെയ്യാൻ പോവാ. ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു മിനിറ്റ് പറയണേക്കോ. കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങള് സ്റ്റാഫുകളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരും ഡാറ്റ എക്സലിൽ അടിക്കുന്നുണ്ട്. അതായത് വന്ന ഫണ്ട് പോയ ഫണ്ട് നിങ്ങൾക്ക് ബാലൻസ് തരാനുള്ള ഫണ്ട് മൊത്തം ഡാറ്റ എക്സലിൽ അടിച്ചിട്ട് ഞങ്ങള് ഓൾറെഡി കോമ്പറ്റന്റ് അതോറിറ്റിക്ക് കൊടുക്കാൻ പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, ബോണസ് കൊടുക്കാൻ പറ്റുന്നില്ല, അവരെ ഫണ്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് നിങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ഫയൽ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വാക്ക് പറയാം, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ കേസിന് പോണേന്ന് പിന്തിരിപ്പിക്കല്ല. നേരെ മറിച്ച് പറയണേക്ക് വക്കീലിനെ വെക്കണം. രണ്ടാമത്തെ കാര്യം ഇത് നീണ്ടുപോകും. മൂന്നാമത്തെ കാര്യം നിങ്ങളിപ്പോ കേസ് കൊടുക്കുകയാണെങ്കിൽ നീണ്ടു പോവാണെങ്കിൽ നമ്മുടെ കമ്പനി തിരിച്ചു വരുന്ന കാര്യം മന്ദഗതിയിലാവും. ഒന്നല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യുക. ഒക്ടോബർ വരെ നമ്മൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കേസായി മുന്നോട്ട് പോയിട്ട് ഒക്ടോബറിൽ നമുക്കൊരു അനുകൂല വിധി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നമ്മൾ നിങ്ങളുടെ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പോവാ. നിങ്ങളുടെ എല്ലാവരും പേരിൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ ക്ലെയിം ചെയ്യിക്കാൻ പോവാ. ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 ദിവസത്തിനുള്ളിൽ ഫണ്ട് തരണം എന്നതാണ് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ നിയമം എന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്ലെയിം ചെയ്ത് അവിടെ 180 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് കിട്ടുമെന്നാണ് അഡ്വക്കേറ്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ്. ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങളുടെ ഫണ്ട് പെട്ടെന്ന് കിട്ടും. അതല്ല നിങ്ങൾ ഇനിയിപ്പോ കേസിനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വക്കീലിനെ വെക്കണം, നിങ്ങൾ വാദിക്കണം, കാര്യങ്ങൾ ചെയ്യണം. ഇത് നീണ്ടുപോകും. ഇപ്പൊ കേസ് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ കാര്യങ്ങൾ ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അപ്പൊ നിങ്ങൾക്ക് കമ്പനിയോട് ഒരു സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യും. ഞാൻ നിർബന്ധം ഒന്നും പറയണേക്കോ. ഇപ്പൊ നിങ്ങൾ കേസ് കൊടുത്തോണ്ട് എനിക്കോ പ്രതാപനോ നിങ്ങൾക്ക് പൈസ തരാൻ ഇപ്പൊ മാർഗ്ഗമില്ല. കാരണം ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആണ്, കുട്ടികളുടെ അക്കൗണ്ട് ഫ്രീസ് ആണ്, ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ അക്കൗണ്ട് ഫ്രീസ് ആണ്. ഞങ്ങൾക്ക് ചുറ്റിപ്പറ്റി നിങ്ങൾ 160ഓളം പേരുടെ അക്കൗണ്ട് ഫ്രീസ് ആണ്. ഇത്രയും പേരുടെ അക്കൗണ്ട് ഫ്രീസ് ആയിരിക്കണം. ഈ സാഹചര്യത്തിൽ നിങ്ങൾ കേസിനെ പോയാലും ഞങ്ങൾക്ക് ഫണ്ട് തരാൻ പറ്റില്ല. നിങ്ങൾ കേസിനെ പോയി ഞങ്ങൾക്ക് ഒരു 5-6 ദിവസം ചിലപ്പോ ബെയിൽ കിട്ടുന്നവരെ ജയിലിലേക്ക് എടുക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് പൈസ കിട്ടില്ല. ഞങ്ങൾ ജയിലിലേക്ക് എടുക്കേണ്ട മിച്ചമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇതിപ്പോ ഒന്ന് കേസിനെ പോയില്ലെങ്കിൽ ഒക്ടോബർ വരെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ഒക്ടോബറിന് ശേഷം നിങ്ങളുടെ ഫണ്ട് നമ്മൾ ഇത് ചെയ്യും, ക്ലെയിം ചെയ്യും. വക്കീൽ അങ്ങനെ പറഞ്ഞ ഫണ്ട് ക്ലെയിം ചെയ്യും. ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. മൂന്നാമത്തെ ഒരു കാര്യം പറയട്ടെ, ഈ വോയിസ് മേഡം പുറത്തേക്ക് ഒന്നും കൊടുക്കരുത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഈ വോയിസ് കൊടുക്കരുത്. കാരണം മറ്റൊന്നല്ല, ഇതിനെ പറ്റി കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം ചിലപ്പോ നാളെ കോള് യൂട്യൂബിൽ എന്തായാലും മാഡം കൊടുക്കും എന്നുള്ള കാര്യം. കൊടുത്താലും എനിക്ക് ഇപ്പൊ വിഷമമൊന്നുമില്ല. കാരണം നിങ്ങളിൽ നിന്ന് നമ്മൾ അത്രേ പ്രതീക്ഷിക്കണുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ കേസിന് പോവാണെങ്കിൽ ഞാനും പ്രധാനനും അല്ലെങ്കിൽ ഞങ്ങളോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് പേര് ഞങ്ങൾ ജയിലിൽ പോയി കിടക്കുന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ഞങ്ങളെ കൊണ്ട് പൈസ ഒക്കൂല. മൂന്നാമത്തെ കാര്യം, നിങ്ങളൊന്ന് സഹകരിക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ കമ്പനി ഓപ്പൺ ആക്കാൻ നമ്മൾ ശ്രമിക്കും. ഒക്ടോബർ വരെ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങളുടെ ഫണ്ട് ക്ലെയിം ചെയ്ത 180 ദിവസത്തിൽ നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. അതല്ല കേസിന് പോവാണെങ്കിൽ മാഡം ഇത് കാലാകാലം ഇങ്ങനെ പോവും. ഒന്ന് സഹകരിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ ആരോട് വിരോധമില്ല, ദേഷ്യം. ഞമ്മക്ക് വിരോധമുണ്ട് മേഡം, ഞമ്മക്ക് വിരോധമുണ്ട്. കാരണം ഞങ്ങളെ കുറ്റപ്പെടുത്തി കുറെ കള്ളന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. കള്ളങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ഇത് ഞങ്ങള് കുറെ സമ്പാദിച്ചിട്ടൊന്നല്ല ഞങ്ങളിപ്പോ കള്ളന്മാരെ നിക്കണേ. ഒരു SP, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അവരൊക്കെ എന്നോട് ചോദിച്ച പൈസ ഞാൻ കൊടുത്തെങ്കിൽ ഇന്ന് എന്റെ കമ്പനി ഉണ്ടായേനെ. പക്ഷെ അവര് ചോദിച്ച പൈസ ഞാൻ കൊടുത്തില്ല. അതിനോട് പറ്റില്ല. കമ്പനിയിൽ ഓഡിറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഫണ്ടൊന്നും ഒരാൾക്കും കൈക്കൂലി കൊടുക്കാനോ ഇല്ല. അതുകൊണ്ട് ഞാൻ നോ പറഞ്ഞു. ആ വൈരാഗ്യത്തിന് എനിക്കെതിരെ കേസുകൾ പോയി, കാര്യങ്ങൾ ചെയ്തു. എന്റെ കമ്പനിന്ന് ഒരാൾ കാശ് കിട്ടിയിട്ടില്ല എന്നാണ് കേസ് കൊടുത്തിട്ടല്ല എന്റെ കമ്പനി പൂട്ടിയത് ആണോ? അല്ല. അപ്പൊ എന്റെ കമ്പനിയിൽ റെഡി വൗച്ചർ കൂപ്പൺ എടുത്തിട്ടുള്ള, കൺസൈൻമെന്റ് കൂപ്പൺ എടുത്തുള്ള ആരെങ്കിലും
ഞങ്ങളുടെ ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണെങ്കിൽ ശരി, ഞാൻ കള്ളിയാണ്, ഞാൻ അവനെ പറ്റിച്ചു എന്ന് പറയാം. ഈ കേസ് കൊടുത്തുള്ള വ്യക്തികളായിട്ട് ഞങ്ങൾ ഒരു ബന്ധമില്ലാത്ത വ്യക്തികളെ മാഡം. അവര് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. കമ്പനി പൂട്ടി ഇത്രയും നാളായിട്ട് ഹൈറിച്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കേസ് പറയാനുള്ള കൂടി 4 കേസാ. അതിൽ 2 കേസിനെ കൊടുത്ത ആൾക്കാരെ വോയിസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 4 കേസല്ല മേഡോ, 10-25 കേസ് ഉണ്ട്. 25 കേസ് ഞമ്മക്ക് അറിയുന്ന ആൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 4 കേസാണ് FIR വീണിട്ടുള്ളൂ മാഡം. ഇല്ല, FIR വീണ കൊറേ കേസ് ഉണ്ടല്ലോ, കൊറേ കേസ് ഉണ്ട് FIR വീണ. പക്ഷെ FIR നമ്മുടെ അവിടെ കിട്ടിയിട്ടുള്ളത് 4 കേസുള്ളൂ കോടതിയിൽ. ഇപ്പൊ ഇല്ലേ, നിങ്ങളുടെ ഫണ്ട് ഒക്ടോബർ വരെ നമ്മൾ ഫൈറ്റ് ചെയ്യും. കമ്പനി അതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന? അതുവരെ ഞമ്മള് എന്റെ അവസ്ഥ അറിയോ? എന്റെ 2 ചെറിയ കുട്ടികളുണ്ട്, അത് പൈതങ്ങൾ, അവരെങ്ങനെ ഞങ്ങൾ പോറ്റുന്നു? ഇപ്പൊ മാഡം കേസ് കൊടുത്തോണ്ട് മാഡത്തിന് ഞങ്ങളെ ജയിലിലിടാനല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്താന്നറിയോ, മറ്റൊരു വഴിയും കൂടി മാഡം അടക്കാണ്. അല്ല, നമ്മളെ മുന്നിൽ ഇപ്പൊ ആത്മഹത്യ, നിങ്ങളെ പോലുള്ളവര് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒക്ടോബർ വരെ ഒന്ന് ഫൈറ്റ് സഹകരിക്കാൻ നമ്മളെന്തോ പാടല്ലോ മാഡം. ഒക്ടോബർ മാസത്തോടു കൂടി നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് നമ്മൾ ഇത് കൊടുക്കും. ഞങ്ങളുടെ ഫണ്ട് ഇത് ഇങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇന്ന ജനങ്ങളുടെ ഫണ്ടാണ്, ഇത്ര കൊടുക്കാനുണ്ട്, ഇവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ ക്ലെയിം ചെയ്യാണ്. അതല്ല, ഇനിയിപ്പോ മാഡത്തിനെ ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ മാഡം കേസായി പോക്കോ, എനിക്ക് ഒരു വിഷമവും ഇല്ല. അല്ല, വിഷമല്ല, അതുവരെ ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞമ്മള് എരിഞ്ഞ് ജീവിക്കണം എന്നാ നിങ്ങൾ പറയുന്നത്? ഞമ്മ ഇതിനെ വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറയട്ടെ, ഞങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് തരാത്തതല്ലോ. അല്ല, എടുത്ത് ഞമ്മ ആത്മഹത്യ, ഞമ്മളെ പോലത്തെ ജനങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? പറ്റുമോ? മണിച്ചൈനല്ലേ നിങ്ങൾ പക്ക മണിച്ചൈനല്ലേ കാണിച്ചത്? ഒരു മിനിറ്റ്, മാഡത്തിന്റെ കയ്യും കാലും കെട്ടി മാഡത്തിനെ കിണറ്റിൽ എടുത്തിട്ടാ മാഡത്തിന് നീന്താൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ കയ്യും കാലും കെട്ടിട്ട് നമ്മളെ കിണറ്റിലിടാൻ കിട്ടതല്ലേ? നീന്തൽ അറിയാം, പക്ഷെ മാഡത്തിന്റെ കയ്യും കാലും കെട്ടിയിട്ടാണ് എടുത്ത് കിണറ്റിൽ ഇട്ടിരിക്കണേ. നിങ്ങ ഇപ്പൊ നമ്മളെ കയ്യും കാലം കെട്ടിയിട്ടുള്ള ആ കയ്യും കാലും ഫ്രീ ആണെങ്കിലല്ലേ നീന്താൻ പറ്റുള്ളൂ. ഇതാണ് എന്റെ അവസ്ഥ. എന്റെ അക്കൗണ്ട്, എന്റെ കമ്പനി കള്ളത്തരം ചെയ്ത പിന്നെ കള്ളത്തരം ചെയ്തെങ്കിൽ കെട്ടിയിടണമല്ലോ. പോലും പറ്റാത്ത രീതിയിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ മാഡത്തിന് പൈസ എടുത്ത് തരണ്ടേ? അതന്നെ, നിങ്ങക്ക് വീടുണ്ടല്ലോ, വീടില്ല നിങ്ങക്ക്? അപ്പൊ അതിലെ പറഞ്ഞ വീട് ഫ്രീസാന്ന്. അല്ല, ഇപ്പൊ ഫ്രീസായത് നിങ്ങൾ രണ്ടാമത് തട്ടിപ്പിന് ഇറങ്ങിയത് കൊണ്ടല്ലേ നിങ്ങൾ ബാക്കിയുള്ളത് ഫ്രീസ് ആയത്. നിങ്ങൾ രണ്ടാമത് ഇന്നോവേഷൻ തുടങ്ങിയില്ലേ? ഞങ്ങളൊരു ഒരു ലീഡർ ഒരു കമ്പനി തുടങ്ങി ഞങ്ങൾ തട്ടിപ്പിന് ഇറങ്ങിയതാണോ? പിന്നെ തട്ടിപ്പ് ജനങ്ങളെ പിന്നെ വേണ്ടിയും പറ്റിക്കാൻ ജനങ്ങൾ വിട്ടുകൊടുത്തരും. അപ്പൊ നമ്മളെ പോലത്തെ കൊറേ പാവങ്ങള്, നമ്മളെ പോലത്തെ പാവങ്ങളെ പറ്റിക്കാൻ കൊറേ ജനങ്ങളെ വിട്ടുതരോ? അടുത്ത് നിൽക്കുന്ന ലീഡേഴ്സ് അവര് പുതിയ കമ്പനി തുടങ്ങി. അവര് പുതിയ കമ്പനി തുടങ്ങിയത് വേറെ ഒന്നല്ല, ഒരുപാട് പേര് കല്യാണം കാര്യങ്ങള് ഹോസ്പിറ്റലേഴ്സ് ബുദ്ധിമുട്ടൊക്കെ വന്ന് കഷ്ടപ്പെടാനുണ്ട്. അപ്പൊ അവരെ ലൈഫ് ഒന്ന് പിടിച്ചു നിർത്താനും നിങ്ങളെ പോലുള്ളവർക്ക് ഫണ്ട് തരാനും ഞങ്ങളുടെ അവസ്ഥയും ഫണ്ട് കിട്ടിയ ഉള്ളത് പോയില്ലേ? കമ്പനി തുറന്നാണ് വെറും 2 ദിവസം കൊണ്ട് അതിൽ 70 ലക്ഷം രൂപയുടെ ബിസിനസ്സും വരും ചെയ്തു, അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അതായത് നിങ്ങെന്ത് മണ്ടന്മാരാണോ? നിങ്ങൾ ശരിക്കും മണ്ടന്മാരായിട്ട് അഭിനയിക്കുക, അല്ലാതെ ജന്മനാ നിങ്ങൾ മണ്ടന്മാരായിട്ട് ജനിച്ചത്? ഞങ്ങളല്ലല്ലോ കമ്പനി തുടങ്ങിയത്, ഞാനാണോ കമ്പനി തുടങ്ങിയത്? നിങ്ങളെ ലീഡർ തന്നെയല്ലേ, നിങ്ങളെ ലീഡർമാർ തന്നെയല്ലേ? അപ്പൊ ഞങ്ങളുടെ ലീഡർമാർ ഇപ്പൊ ഫിജീഷ് മാത്രല്ലല്ലോ, എത്രയോ ലീഡർമാർ കമ്പനി തുടങ്ങി. അല്ല, ആ കള്ളനെയും ഇപ്പൊ ഇല്ലേ? അതുപോലെ ഇത് റെജി വയനാട്, ജോബി, ഇവരൊക്കെ പുതിയ പുതിയ കമ്പനികളും കൺസെപ്റ്റുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എന്തായാലും കൂട്ടിക്കാനുണ്ടായില്ലേ? അല്ല, കള്ളനയൂബിന്റെ ഇപ്പൊ വിവരം ഇല്ലല്ലോ. കള്ളനയൂബ് ചത്തോ? മേഡം കള്ളനൊന്നും മറ്റുള്ളവരിങ്ങനെ കള്ളൻ തന്നെ, കള്ളൻ, പെരുങ്കള്ളന്മാർ. നിങ്ങളെ ലീഡർമാരെല്ലാം പെരുങ്കള്ളന്മാർ തന്നെ. നിങ്ങളടുക്കം കള്ളികളാ. മേഡം ഞങ്ങളുടെ കമ്പനിയിലുള്ള ഒരാളല്ല. അപ്പൊ മേഡം നിങ്ങളെ കമ്പനിയിലാണെങ്കിൽ ഞാൻ ഒരാളെ ചേർത്തിരിക്കണം, എന്നെ പറ്റിച്ചോണ്ട് പോയത് മാത്രം. മേഡം എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ മാനസികമായി നല്ല വിഷമമുണ്ട്. അധിക്ഷേപിക്കും മേഡം, കാരണം ഞമ്മയില്ലേ ഇരുന്ന് തിന്നാന് വകയില്ലാതെ നിക്കുന്ന ആള്, അപ്പൊ അധിക്ഷേപിക്കും. ഇല്ല, അതിമോഹിച്ചതല്ല, എന്റെ ചങ്കിന് കുത്തി പിടിച്ചിട്ട് കൊണ്ടേതാ നിങ്ങളെ ലീഡർമാര്. നമ്മളെ ചങ്കിന് കുത്തി, ഞാൻ കൂടുന്നില്ല പറഞ്ഞിനെ. ആ, ഓള് പിന്നെ കിട്ടിയ ആണുങ്ങളെല്ലാം കൂട്ടിട്ട് വന്ന് എന്റെ ചങ്ക് പിടിച്ച് നെക്കിയറിഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. 2 ആണുങ്ങളെയും കൂട്ടിയിട്ടാ നിങ്ങളെ പെണ്ണ് ലീഡർ വന്നിന് എന്റെ അടുത്ത്. പീഡിപ്പിച്ചെങ്കിൽ കള്ളന്മാർ വണ്ടി ടോക്ക് വാങ്ങിട്ട് വന്നാൽ നമ്മളെ ജീവന് പോയി പോണ്ടായിരുന്നു, നമ്മളെ മക്കളെ രക്ഷിക്കാൻ നോക്കുന്നത്. പീഡനം തന്നെ, ഹരാൾസ് ചെയ്തിട്ട് കൊണ്ടുപോയത്, ഹരാൾസ് ചെയ്തിട്ട്. ഞാൻ ഇല്ല, നിങ്ങളെ ലീഡർ ഹരാൾസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ ഞമ്മക്ക് വിടുന്നത്? നിങ്ങൾ മാന്യന്മാരോടല്ലോ മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അതന്നെ, മാന്യന്മാരോട് ഞാൻ മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. അയ്യൂബിനുണ്ടല്ലോ നല്ല മാന്യമായിട്ടാ ഞാൻ മുന്നേ സംസാരിച്ചിട്ടുള്ളത്.
മറ്റൊരു കാര്യം പറയട്ടെ, ആ ഞങ്ങളോട് മാന്യമായി ബിഹേവ് ചെയ്തിട്ടുള്ള കുറച്ചധികം പേർക്ക് ഞങ്ങൾ എല്ലാവരും ലീഡർമാർ സഹായമായിട്ട് വേണ്ടതൊക്കെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഞമ്മക്ക് ഒരു ചെയ്തില്ലല്ലോ. കുട്ടിയുടെ കല്യാണം, ഒരാളുടെ കണ്ണിന്റെ സർജറിക്ക് കുറച്ച് പൈസ, അങ്ങനെ കുറച്ചധികം പേർക്ക് ഞങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങളെ പോലുള്ളവർക്ക് ചെയ്യാതെ എന്താണല്ലോ, നിങ്ങളുടെ ഈ വായനാവിന്റെ ഗുണം കൊണ്ടാ. അപ്പൊ ഞമ്മളെ പൈസയാവും, ഞമ്മളെ ബായിന്റെ നാടിക്ക് വെക്കണമെന്നാ ഞമ്മളെ പൈസ കൊണ്ടുപോയിട്ടേക്ക്. എന്നോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യുകയാണെങ്കിലേ ഞാൻ എന്നോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് ലീഡേഴ്സിനോട് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരും. അത് നിങ്ങളെ വാഗ്ദാനം മാത്രല്ലേ മേഡം? ബിഹേവിയർ ആണ് എന്തെങ്കിലും സഹായിക്കണമെന്ന് തോന്നുന്നത് പോലും നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കണേ. വാഗ്ദാനം മാത്രല്ലേ നിങ്ങൾ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാം കൊറേ വാഗ്ദാനം തന്നെ അയ്യൂബല തന്നെ. വന്ന് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ അത് നിങ്ങൾ പറയുന്നല്ലേ? ഹസ്ബൻഡിനെ വേണ്ടി കരഞ്ഞപ്പോ ഞാൻ 1 ലക്ഷം രൂപ എന്റെ കഴുത്തിൽ കിടന്ന ലാസ്റ്റ് മാല പണയം വെച്ച് ഞാൻ കൊണ്ടുകൊടുത്തതാ കുട്ടിക്ക്. 1 ലക്ഷം രൂപ. കഴിഞ്ഞ ആഴ്ച അതുപോലെ തന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചേച്ചി വീടിന്റെ വാടക കൊടുക്കാൻ പറ്റാണ്ട് ആൾക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന നേരത്ത് ഞാന് കമ്പനിയിലുള്ള വീരുമാരാർന്ന് പറഞ്ഞ ഒരു സാറിനെ വിളിച്ച് പറഞ്ഞിട്ട് ആൾക്ക് 30,000 ഞാൻ ഒപ്പിച്ചു കൊടുത്തതാ. അതന്നെ ഞാൻ അങ്ങനെ എത്രയെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിട്ട് അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞങ്ങളുടെ കമ്പനിയിലുള്ള മുന്നേ ഷെമിന മാഡത്തിനെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ മനോഹരമായിട്ട് പറയട്ടാ, അതുപോലെ ബുദ്ധിമുട്ടുള്ളവർ മാന്യമായി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവർ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ കുറച്ചെങ്കിലും കൊടുത്ത്, മുഴുവൻ അല്ലെങ്കിലും കുറച്ചെങ്കിലും കൊടുത്ത് സഹായിക്കാറുണ്ട്. പക്ഷെ മാഡത്തിന്റെ ഈ ഒരു വർത്താനവും നിങ്ങളോട് സംസാരിച്ചിനാ സംസാര രീതിയില് ഇത് കാണുമ്പോ നമുക്കൊന്നും ചെയ്തു തരാൻ തോന്നണില്ല കേട്ടാ. അല്ല സംസാര രീതിയല്ല, നിങ്ങൾ സംസാരിക്കും മനുഷ്യന്മാരെ പോലെ സംസാരിക്കും. റെഡി മോച്ചർ കൂപ്പൺ എടുത്തിട്ടുള്ള കൺസൈൻമെന്റ് കൂപ്പൺ എടുത്തുള്ള ആരെങ്കിലും ഞങ്ങളുടെ ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണെങ്കിൽ ശരി, ഞാൻ കള്ളിയാണ്, ഞാൻ അവനെ പറ്റിച്ചു എന്ന് പറയാം. ഈ കേസ് കൊടുത്തുള്ള വ്യക്തികളായിട്ട് ഞങ്ങൾ ഒരു ബന്ധമില്ലാത്ത വ്യക്തികളെ മാഡം. അവര് കേസ് കൊടുത്തിട്ട് അതിന് പിന്നെ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. കമ്പനി പൂട്ടി ഇത്രയും നാളായിട്ട് ഹൈറിച്ചിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കേസ് പറയാനുള്ളത് ആ കൂടി 4 കേസാ. അതിൽ 2 കേസിനെ കൊടുത്ത ആൾക്കാരുടെ വോയിസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 4 കേസല്ല മേഡം, 25 കേസ് ഉണ്ട്. 25 കേസ് ഞമ്മക്ക് അറിയുന്ന ആൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 4 കേസാണ് FIR വീണിട്ടുള്ളൂ മാഡം. ഇല്ല, FIR വീണ കൊറേ കേസ് ഉണ്ടല്ലോ, കൊറേ കേസ് ഉണ്ട് FIR വീണ. പക്ഷെ FIR നമ്മുടെ അവിടെ കിട്ടിയിട്ടുള്ളത് 4 കേസുള്ളൂ കോടതിയിൽ. ഇപ്പൊ ഇല്ലേ, നിങ്ങളുടെ ഫണ്ട് ഒക്ടോബർ വരെ നമ്മൾ ഫൈറ്റ് ചെയ്യും. കമ്പനി അതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന? അതുവരെ ഞമ്മള് എന്റെ അവസ്ഥ അറിയോ? എന്റെ 2 ചെറിയ കുട്ടികളുണ്ട്, അത് പൈതങ്ങൾ, അവരെങ്ങനെ ഞങ്ങൾ പോറ്റുന്ന? ഇപ്പൊ മാഡം കേസ് കൊടുത്തോണ്ട് മാഡത്തിന് ഞങ്ങളെ ജയിലിലിടാനല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്താന്നറിയോ, മറ്റൊരു വഴിയും കൂടി മാഡം അടക്കുകയാണ്. അല്ല, ഞമ്മളെ മുന്നിൽ ഇപ്പൊ ആത്മഹത്യ, നിങ്ങളെ പോലുള്ളവര് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒക്ടോബർ വരെ ഒന്ന് ഫൈറ്റ് സഹകരിക്കാൻ നമ്മളെന്തോ പാടല്ലോ മേഡം. ഒക്ടോബർ മാസത്തോടു കൂടി നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് നമ്മൾ ഇത് കൊടുക്കും. ഞങ്ങളുടെ ഫണ്ട് ഇത് ഇങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇന്ന ജനങ്ങളുടെ ഫണ്ടാണ്, ഇത്ര കൊടുക്കാനുണ്ട്, അവർക്ക് തിരിച്ചു കൊടുക്കണം നമ്മൾ ക്ലെയിം ചെയ്യാണ്. അതല്ല ഇനിയിപ്പോ മാഡത്തിനെ ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ മാഡം കേസായി പോക്കോ, എനിക്ക് ഒരു വിഷമവും ഇല്ല. അല്ല വിഷമല്ല, അതുവരെ ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞമ്മള് എരിഞ്ഞ് ജീവിക്കണം എന്നാ നിങ്ങൾ പറയുന്നേ? ഞമ്മ ഈനെ വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറയട്ടെ, ഞങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് തരാത്തതല്ലോ. അല്ല, എടുത്ത് ഞമ്മ ആത്മഹത്യ, ഞമ്മളെ പോലത്തെ ജനങ്ങൾ ആത്മഹത്യ ചെയ്തോ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? മണിച്ചൈനല്ലേ നിങ്ങൾ പക്ക മണിച്ചൈനല്ലേ കാണിച്ചത്? ഒരു മിനിറ്റ്, മാഡത്തിന്റെ കയ്യും കാലും കെട്ടി മാഡത്തിനെ കിണറ്റിൽ എടുത്തിട്ടാ മാഡത്തിന് നീന്താൻ പറ്റുമോ? അപ്പൊ നിങ്ങ ഇപ്പൊ കയ്യും കാലും കെട്ടിട്ട് നമ്മളെ കിണറ്റിലിടാൻ കിട്ടതല്ലേ? നീന്തൽ അറിയാം, പക്ഷെ മാഡത്തിന്റെ കയ്യും കാലും കെട്ടിയിട്ടാണ് എടുത്ത് കിണറ്റിൽ ഇട്ടിരിക്കണേ. നിങ്ങ ഇപ്പൊ നമ്മളെ കയ്യും കാലം കെട്ടിയിട്ടുള്ള ആ കയ്യും കാലും ഫ്രീ ആണെങ്കിലല്ലേ നീന്താൻ പറ്റുള്ളൂ. ഇതാണ് എന്റെ അവസ്ഥ. എന്റെ അക്കൗണ്ട്, എന്റെ കമ്പനി കള്ളത്തരം ചെയ്തെങ്കിൽ കെട്ടിയിടണമല്ലോ. പോലും പറ്റാത്ത രീതിയിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ മാഡത്തിന് പൈസ എടുത്ത് തരണ്ടേ? അതന്നെ, നിങ്ങക്ക് വീടുണ്ടല്ലോ, വീടില്ല നിങ്ങക്ക്? അപ്പൊ അതിലെ പറഞ്ഞ വീട് ഫ്രീസാന്ന്. അല്ല, ഇപ്പൊ ഫ്രീസായ നിങ്ങൾ രണ്ടാമത് തട്ടിപ്പിന് ഇറങ്ങിയത് കൊണ്ടല്ലേ നിങ്ങൾ ബാക്കിയുള്ളത് ഫ്രീസ് ആയത്. നിങ്ങൾ രണ്ടാമത് HR ഇന്നോവേഷൻ തുടങ്ങിയില്ലേ? ഞങ്ങളൊരു ആള് 2